അവിടെ റെഡിയായി നിൽക്കുകയാണ്. ഹബീബായ മുത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരുടെ സന്തോഷത്തോടെ ആലിംഗനം ചെയ്ത് സ്വീകരിച്ച് ആ രാജോചിതമായ വരവേൽപ്പ് നൽകി. അവിടുന്ന് 2 റക്അത്ത് സുന്നത്ത് നമസ്കാരം ഹബീബായ മുത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർ ഇമാമ നിന്നുകൊണ്ട് 2 റക്അത്ത് നമസ്കരിച്ച് അവർക്ക് ഇമാമായി നിന്ന് നമസ്കരിച്ച് പൂർവികരായ പാപ്പമാരെല്ലാവരെയും കണ്ട് അവരെ കെട്ടിപ്പിടിച്ച് ആലിംഗനം ചെയ്ത് നല്ല സന്തോഷം വാങ്ങിയിട്ടാണ് അള്ളാഹുവിന്റെ തിരുഹദറത്തിലേക്ക് യാത്രയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. ഈ ദീനുൽ ഇസ്ലാമിനെ വിശ്വസിക്കുന്ന സത്യവിശ്വാസികൾക്ക് അള്ളാഹു വലിയൊരു മെസ്സേജാണ് ഈ സംഭവത്തിലൂടെ നൽകിയിരിക്കുന്നത്. നമ്മളൊരു ഹൈറായ കാര്യം തുടങ്ങുകയാണെങ്കിൽ, ഒരു ഹൈറായ യാത്ര പോവുകയാണെങ്കിൽ, ഒരു നല്ല സംരംഭം നമ്മൾ ഒരുങ്ങി തയ്യാറാവുകയാണെങ്കിൽ അതിനെ ചെയ്യേണ്ട നമ്മൾ തന്നെ ഒന്നുമില്ലാതെ ഒരു ശ്രദ്ധയില്ലാതെ അങ്ങനെ തുടങ്ങണമെന്നല്ല. നമ്മുടെ പൂർവികരായ മഹാന്മാർ സ്വാലിഹീങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അവരെ സമ്മതത്തെ വാങ്ങിയിട്ട് നല്ല സന്തോഷത്തോടു കൂടിയാണ് ഒരു പരിപാടി, ഒരു നല്ല കാര്യം നമ്മൾ തുടങ്ങേണ്ടത് എന്ന തത്വം ലോകത്തിന് പഠിപ്പിക്കുകയാണ് ഹബീബായ റസൂലുള്ളാഹി തങ്ങളിലൂടെ. സുബ്ഹാനഹു വ തആല ഈ ഒരു സിസ്റ്റം അത് കഴിഞ്ഞ് എല്ലാ അഭ്യങ്ങൾക്കും അത് പിന്നെയാണ് 1-ാം ആകാശം, 2-ാം ആകാശം, അങ്ങനെ 7 ആകാശത്തും കാലങ്ങൾക്ക് മുമ്പ് നമ്മോട് ഇവിടെ വാങ്ങിയ ബഹുമാനപ്പെട്ട അബുൽ ബഷർ ആദം നബി അലൈഹിസ്സലാം, ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാം, ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാം, അങ്ങനെ 7 ആകാശത്തും 7 അമ്പിയാക്കള് രാജോചിതമായി സ്വീകരിച്ചു. എന്നിട്ട് അവർക്ക് ആ സമയത്തൊക്കെ അവിടുന്ന് ഓരോ ആകാശത്തും പ്രത്യേകതരം പാല് ഹബീബായ മുത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്ക് കൊടുത്തു. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ജിബ്രീൽ അലൈഹിസ്സലാം നേരിട്ട് അള്ളാഹുവിന്റെ തിരുസന്നിധിയിലേക്ക്, ആ അള്ളാഹുവിന്റെ തിരുഹദറത്തിലേക്ക് അടുത്തെത്തിയപ്പോ അള്ളാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ജിബ്രീൽ അലൈഹിസ്സലാം പറയുന്ന, നബിയെ, ഇനി ഇവിടുന്ന് അങ്ങോട്ട് എനിക്ക് പ്രവേശനമില്ല. അങ്ങക്ക് മാത്രമല്ലാതെ അള്ളാഹു പടച്ച ഒരു അമ്പിയാക്കൾക്കോ ഒരു മലായികത്തിങ്ങൾക്കോ ഒരു ജിന്നുകൾക്കോ ഒരാൾക്കും പ്രവേശനമില്ല. അങ്ങ് നേരിട്ട് അങ്ങോട്ട് പോകണം. അങ്ങനെയാണ് അള്ളാഹുമായിട്ടുള്ള കൂടിക്കാഴ്ച നടത്തി. അങ്ങനെ നമുക്കൊരു സമ്മാനം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ലഭിച്ചു. വലിയ പദവിയാണ്, വലിയ അംഗീകാരമാണ് ലഭിച്ചത്. അതിന്റെ ഒരു ഭാഗം അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരുടെ ഉമ്മത്തിയായതുകൊണ്ട് ആ സമ്മാനത്തിന്റെ ഒരു ഭാഗം നമുക്കും അള്ളാഹു നൽകിയേ തന്നെ തന്ന് അനുഗ്രഹിച്ചത് ഈ മാസം. അതെന്താ? 50 വക്ത് നമസ്കാരം അള്ളാഹുമായിട്ടുള്ള മുനാജാത്ത് കഴിഞ്ഞ് ഇങ്ങോട്ട് ഇറങ്ങിയപ്പോ പുറത്തേക്ക് വന്നപ്പോൾ മൂസാ നബി അലൈഹിസ്സലാം തങ്ങൾ ചോദിച്ചു, എന്തൊക്കെ സമ്മാനം കിട്ടി? അന്യനൊക്കെ കിട്ടി. ഉമ്മത്തിന് തങ്ങളെ തങ്ങളെ അനുയായികൾ എന്ന ഈ സമ്മാനം കിട്ടി. എന്താ കിട്ടിയത്? 50 വക്ത് നിസ്കാരം. ബഹുമാനപ്പെട്ട മൂസാ നബി നബിയെ തങ്ങൾ ഉമ്മത്തിനെ കൊണ്ടാവൂല. 50 വക്ത് നിസ്കാരം തങ്ങൾ ഉമ്മത്തിന് വിഷമാവിട്ടോ ഒരു ദിവസം ചെയ്യാൻ കുറച്ച് തരാൻ പറഞ്ഞു. മടക്കി വിട്ടു. ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാം വീണ്ടും അള്ളാഹുവിന്റെ സന്നിധിയിലേക്ക് പോയി. ഉമ്മത്തിന് കഴിയിലിറമ്പേ, അള്ളാഹ്ക്ക് അറിയാറ്റില്ല, പക്ഷെ അള്ളാഹു വെച്ചവരെ കണക്കാം. അങ്ങനെ 5 കുറഞ്ഞു, 45 മൂസാ നബി അലൈഹിസ്സലാം ചോദിച്ചു, എത്ര കുറച്ച്? 5. കഴിയില്ല നബിയെ. മടങ്ങിപ്പോയി കുറച്ച് തരാൻ പറയും അള്ളാഹുവിനോട്. വീണ്ടും പോയി 40 മടങ്ങി വന്നു. എത്ര കിട്ടി? 40. കഴിയില്ല നബിയെ. മടങ്ങിപ്പോയി. നമുക്കറിയാതെ നമുക്കൊന്നും ഒരു 5 വക്ത് നിസ്കാരം എത്ര പണ്ടാറക്കില്ല നമ്മൾ നിസ്കരിക്കും അല്ലേ? എന്താ ഇടങ്ങേറായിട്ടാണ് ഒരു അല്ലാതെ നമുക്കൊരു ഫോൺ വരാൻ അതിനും പറ്റൂല, ഒരു നിൽക്കാൻ അതിനും പോയിട്ട് അങ്ങോട്ട് പോകാൻ പറ്റില്ല, എങ്ങനെ പോകാൻ അപ്പോഴത്തെ അള്ളാഹു അല്ലേ? മടക്കി വിട്ടു. അങ്ങനെ 9 പ്രാവശ്യം മടക്കി. ആര്? ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാം. മൂസാ നബി പറഞ്ഞ, നബിയെ, നിങ്ങൾ ഉമ്മത്തിനാവും വിഷമമാണ്, ശരിയല്ലേ?
നല്ല തണുപ്പാ സുബൈക്ക് പെണ്ണുങ്ങളെ കേട്ടി പിടിച്ച് നടന്ന സമയം അണ്ടാനടക്കിയിട്ട് കയ്യിലാ പോകുന്നു. ഇനി എനിക്ക് പോവാൻ വിഷമാണ്. ഇനി ഞാൻ എങ്ങനെ എൻ്റെ റബ്ബിനോട് 50 5 കിട്ടിയില്ലേ? അങ്ങനെയാണ് 5 വക്ത് നമസ്കാരം നമുക്ക് പ്രസന്റേഷനായി ഈ മേറാജിന്റെ സമ്മാനമായിട്ട് കിട്ടിയത്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ റജബിനെ പറ്റി ഒരുപാട് വിശദീകരിക്കുകയാണ്. ആ റജബിലാണ് നമ്മൾ ഉള്ളത്. ആ സമ്മാനം കിട്ടിയ നിസ്കാരം നിസ്കരിക്കാത്തവർ, നമ്മളെ കൂട്ടത്തിൽ കൃത്യമായി ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് റജബിൽ അതിനുള്ള എല്ലാ അറേഞ്ച്മെന്റ്സും ചെയ്തിട്ട് അതിനുള്ള സമയം കണ്ടെത്തണം. അത് നിർബന്ധമായി ചെയ്യണം എന്നുകൂടിയുള്ള സന്ദേശമാണ് റജബിലുള്ളത്. പിന്നെ നമ്മുടെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിന് മാത്രമാണ് അല്ലാഹുവിൽ നിന്ന് നേരിട്ടൊരു സമ്മാനം കിട്ടുന്നത്. അതിൻ്റെ മഹത്വം വളരെ പറയാനുണ്ട്. ബഹുമാനപ്പെട്ട സയ്യിദ് അവരുടെ മുൻനിർത്തി ഇരുത്തിക്കൊണ്ട് ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നത് ശരിയല്ലല്ലോ. അപ്പം അതുകൊണ്ട് ആ കാര്യം ഓർമ്മപ്പെടുത്തുക. റജബിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. വളരെ മഹത്വം. ഒരു നന്മ ആരെങ്കിലും ചെയ്താൽ, ഒരു നന്മ ആരെങ്കിലും ചെയ്താൽ 10 അനുഗ്രഹം അല്ലാഹു ചെയ്യും. വേണോ വേണ്ടേ? വേണോ വേണ്ടേ? എന്നാ നിയ്യത്ത് ചെയ്യ്. ഈ റജബിന്റെ പുണ്യം, റജബിലെ ഈ പുണ്യം മുഴുവനും പൂർവികരായ ഇതിന്റെ മാസത്തിനെ ബഹുമാനിച്ച മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു കൊടുത്ത ഖൈറൊക്കെ നമുക്ക് കിട്ടണം എന്നുള്ള നിയ്യത്തിനെ ഞാൻ നിങ്ങളെ വിളിച്ചു വരുത്തിയത്. അത് നിങ്ങൾക്ക് കിട്ടണമെന്നുള്ള ഉദ്ദേശിച്ചത്. വേണോ വേണ്ടേ? വേണോ വേണ്ടേ? അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹു നമുക്ക് തരട്ടെ. അപ്പൊ ഈ റജബ് മാസത്തില് പ്രത്യേകമായി ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ മഹാന്മാർ നിർദ്ദേശിച്ചിട്ടുണ്ട്. അതിന് സുന്നത്ത് നോക്കും വളരെ പ്രാധാന്യമുള്ളതാണ്. റജബിന്റെ ആദ്യ രാവും ആദ്യ പകലും ഈ റജബിൽ തന്നെ ഒന്നും കൂടി അള്ളാഹു ബഹുമാനിച്ച ദിവസമാണ്. അത് കഴിഞ്ഞു. പിന്നെ റജബിന്റെ ആദ്യത്തെ 10 4 5 രാവും അതിന്റെ പകലും അത് മഹത്വമുള്ളതാണ്. ഇനിയിപ്പോ രണ്ടാമത്തെ 10 റജബ് 15 ഇതേപോലെ ഗ്രേഡുള്ള ഒരു രാവ്. അത് കഴിഞ്ഞു. ഇനി ഒരു രാവ് വരാൻ കൊണ്ട് വളരെ പുണ്യമായ രാവ് റജബ് 27-ാം രാവ്. ആ രാവ് വളരെ മഹത്വമുള്ളതാണ്, വളരെ പ്രാധാന്യമുള്ളതാണ്. 60 മാസത്തിന്റെ നോമ്പിന്റെ പ്രതിഫലം ലഭിക്കുന്ന നോമ്പാണ് റജബ് 27-ാം രാവ് കഴിഞ്ഞ് 28-ന് നമുക്ക് നോൽക്കുന്ന നോമ്പ്. നോൽക്കോ? ഇത് ഇപ്പൊ തന്നെ മനസ്സിൽ കരുതിക്കോളൂ. 60 മാസത്തെ നോമ്പിന്റെ പുണ്യം ലഭിക്കുന്ന നോമ്പാണ്. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അപ്പൊ ആ ഓരോ ദിവസത്തിനെയും ബഹുമാനിച്ച് ഒരു നന്മ ചെയ്താൽ 10 ഇരട്ടി അല്ലാഹു കൂലി നൽകും. അതേപോലെ ഒരു ദോഷം ചെയ്താൽ 10 ഇരട്ടി ശിക്ഷയും അല്ലാഹു നൽകും. ഓർമ്മ വെച്ചോളി. കഴിഞ്ഞ മാസം പോലെയല്ല. നുണ പറയുന്നവര്, ചിത്ര പറയുന്നവര്, ഗീബത്ത് പറയുന്നവര്, നമീമത്ത് പറയുന്നവര്, ഹാൻസ് വെക്കുന്നവര്, മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവര്, അയൽവാസി ജാതി ഏതാകട്ടെ മതം ഏതാകട്ടെ അവരെ ആക്രമിക്കുന്നവര്, അവരെ കല്യാണം മുടക്കുന്നവര്, അവരെ കുറ്റപ്പെടുത്തുന്നവര്, ഇങ്ങനെ സമുദായത്തിൽ ഏതൊക്കെ തമ്മാടിത്തം ചെയ്യുന്ന ഏത് ആണ് പെണ്ണുണ്ടോ അവർക്കൊക്കെയും ഡബിൾ ശിക്ഷ, 10 ഇരട്ടി ശിക്ഷയും അല്ലാഹു നൽകും. അല്ലാഹു കാത്തിരിക്കട്ടെ. അപ്പൊ റജബില് വളരെ പുണ്യമുള്ള ഒരു രാവ്. ആ രാവിലെ നിങ്ങൾ ഉറക്കമൊഴിച്ച് അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്തു. അത് ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഇബാദത്ത് ചെയ്ത് അതിന്റെ പിറ്റേ ദിവസം ഒരാൾ നോമ്പ് നോറ്റാൽ അവന്റെ ഖബറിൽ ഒരു ശിക്ഷയും ഉണ്ടാകില്ലെന്ന് ഹബീബായ റസൂലുള്ളാഹി. ഇത് വെറുതെ പറയുന്നതല്ല. ഹബീബായ മുത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ നടന്നു പോവാ. ഖബറാണികളെ ഒരു ഖബറിന്റെ അടുത്തുകൂടി ഞാൻ നടന്നു പോവാ. അപ്പാടെ ഹബീബായ മുത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം തലയിൽ കൈ വെച്ച് വല്ലാത്ത വിഷമത്തിൽ ഖബറിലേക്ക് ഇങ്ങനെ നോക്കിയിട്ട് ഭയങ്കരമായൊരവസ്ഥ. ഹബീബായ മുത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരുടെ അവസ്ഥ കണ്ടുകൊണ്ട് കൂടെയുണ്ടായിരുന്ന സഹാബികളിൽ പ്രമുഖനായ ഇമാം സൗബാൻ റളിയല്ലാഹു അൻഹു തങ്ങൾ ചോദിച്ചു, എന്താ അത്? ചോദിക്കേണ്ട താമസം ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി നമ്മുടെ നേതാവായ മുത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സൗബാനെ
ഈ ഖബറിൽ കിടക്കുന്ന ഏതെങ്കിലും ഒരു ഖബറാളി അല്ലാഹു ബഹുമാനിച്ച വിശുദ്ധമായ റജബില് ഒരു രാവ് മുഴുവനും അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി ഉറക്കമൊഴിച്ച് സൽപ്രവൃത്തികൾ ഇബാദത്തുകൾ ചെയ്യുകയും അതിന്റെ പിറ്റേ ദിവസം അതിന്റെ ആ രാവ് കഴിഞ്ഞ് പിറ്റേത്തെ ദിവസം അള്ളാഹുവിന്റെ പൊരുത്തം ആഗ്രഹിച്ച് സുന്നത്ത് നോമ്പ് നോക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ ഈ ഖബറാളികൾക്ക് ഇങ്ങനെയുള്ള ഒരു അവസ്ഥ വരികയില്ലായിരുന്നു. തൗബാൻ അതികഠോരമായ ശിക്ഷയാണ് ഇവർ അനുഭവിക്കുന്നത്. ഇത് കേട്ടപ്പോ മഹാനായ തൗബാൻ റളിയല്ലാഹു അൻഹു, യാ റസൂലല്ലാഹ്, റജബിലെ ഒരു രാവ് നോക്കണം, റജബിലെ ഒരു രാവ് നേരം വെളുത്തുവ സുബഹി വരെ അള്ളാഹുവിന്റെ പൊരുത്തത്തിന് ഇബാദത്ത് ചെയ്യുകയും അതിന്റെ പകലിൽ ഒരു സുന്നത്ത് നോമ്പ് നോക്കുകയും ചെയ്തവർക്ക് ഇത്ര പ്രതിഫലമുണ്ടോ എന്ന് മഹാനായ തൗബാൻ റളിയല്ലാഹു അൻഹു ചോദിച്ചപ്പോ ഹബീബായ മുത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വല്ലാഹി എന്നെ ഖാതിമുൻ നബിയായി നിയോഗിച്ച അല്ലാഹുവാണ് സത്യം. എങ്ങനെ എന്നെ അവസാനത്തെ പ്രവാചകനായി നിയോഗിച്ച അല്ലാഹുവാണ് സത്യം. റജബിന്റെ ഒരു രാവ് അല്ലാഹുവിന്റെ പൊരുത്തത്തിന് ഇബാദത്ത് ചെയ്യുകയും ഒരു പകല് ആ സുന്നത്ത് നോമ്പ് അല്ലാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി നോക്കുകയും അതിലൊരു ഹറാമയത്തും ചെയ്യാതെ അതിന്റെ മഹത്വം ഉൾക്കൊണ്ടുകൊണ്ട് അത് ചെയ്യുകയും ചെയ്തിരുന്നുവെങ്കിൽ സൗബാനെ ഇത്തരത്തിലുള്ള ഒരു അദാബും ഖബറാളികൾക്കുണ്ടാവില്ല. അപ്പൊ അതിൽ നിന്ന് സഹാബത്ത് മനസ്സിലാക്കി ഹബീബായ മുത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരുടെ ഈ ഉപദേശം കേട്ടതിന് ശേഷം ഹബീബായ മുത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്ക് മിക്കവാറും ദിവസം സുന്നത്ത് നോമ്പായി. അതുകൊണ്ട് ഒരു നോമ്പിന് ഒരു പ്രതിഫലം, 2 നോമ്പിന് വേറെ പ്രതിഫലം, 3 നോമ്പിന് വേറെ പ്രതിഫലം, 5 നോമ്പിന് ഇതൊക്കെ വിശദീകരിച്ച് പറയാനുണ്ട്, സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ചുരുക്കുക. 7 നോമ്പിന് വേറെ പ്രതിഫലം, 14 നോമ്പിന് വേറെ പ്രതിഫലം, ഇങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ പറയുന്നു. അവസാനം പറയട്ടെ, അവസാനത്തെ 10 റജബ് 27-ന്റെ 28-ന്റെ നോമ്പ് ആരെങ്കിലും നോച്ചാൽ 60 മാസത്തെ നോമ്പിന്റെ പ്രതിഫലമാണ് അവർക്ക് അല്ലാഹു നൽകാൻ പോകുന്നത്. അപ്പൊ റജബിൽ നമ്മൾ ചെയ്തു വരുന്ന എല്ലാ തെറ്റുകുറ്റങ്ങളും മാറ്റി നിർത്തുക, എന്നിട്ട് സത്യം ജീവിതത്തിൽ പുലർത്തുക. എന്തെങ്കിലും ഒരു നന്മ കൂടുതലായി എല്ലാ റജബിലും ചെയ്യുക. അത് പൂർവികരുടെ ഒരു മാർഗമാണ്. അത് ചെയ്യുന്നവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, മേറാജിന്റെ രാത്രിയിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗ്ഗത്തിൽ ഒരു പ്രത്യേക അരുവി, നല്ല മനോഹരമായ പാത്രത്തിൽ വെച്ചതുപോലെ നല്ല വൃത്തിയുള്ളൊരു തടാകം, ഒരു മനോഹരമായ തടാകം, നല്ലൊരു പാനീയം, അതിൽ നല്ലൊരു പാനീയം, പാലിനേക്കാൾ വെളുത്തത്, തേനിനേക്കാൾ മധുരമുള്ളത്. അപ്പൊ ജിബ്രീൽ അലൈഹിസ്സലാം, ജിബ്രീലിന് ദേഷ്യം ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം ചോദിച്ചു, ബഹുമാനപ്പെട്ടവരെ ഈ നദിയുടെ പ്രത്യേകത എന്താ? യാ റസൂലല്ലാഹ്, ഈ നദിയുടെ പ്രത്യേകത റജബ് മാസം സമാഗതമായിട്ട് തെറ്റുകുറ്റങ്ങളെല്ലാം അല്ലാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി നിർത്തിയിട്ട് സൽസ്വഭാവം ജീവിതത്തിൽ പ്രാവർത്തികമാക്കി റജബ് ഒരാളോട് കള്ളം പറയാൻ പറഞ്ഞു, റജബ് പറയാൻ പാടില്ല, ഒരു നുണ പറയാൻ പുറപ്പെടുക, ഓർമ്മ നിലനിർത്തുക. കല്യാണം മുടക്കുന്ന പെണ്ണുങ്ങളും ആളുകളും തൊട്ടയൽവാസിയിലോ യതീമായ കുട്ടിയുണ്ട്, ഒരല്പം ഭംഗി കുറവുള്ളൂ, അതല്ലെങ്കിൽ മറ്റേതോ കാരണത്തിന്റെ പേര് കല്യാണം റജബാണ്, ചെയ്യാൻ പാടില്ല, കക്കാൻ പാടില്ല, കളവ് പറയാൻ പാടില്ല, ഒരാളെയും വഞ്ചിക്കാൻ പാടില്ല, തോന്നിവാസങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. ഇങ്ങനെ റജബ് മാസത്തിനെ ബഹുമാനിച്ച് റജബിന്റെ പുണ്യം നേടിയവർക്കുള്ളതാ റജബ് എന്ന പേരിലുള്ള ഒരു പ്രത്യേകമായ തടാകം സ്വർഗലോകത്തിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടിട്ടുണ്ട്. അപ്പൊ
അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ മരണപ്പെട്ടു പോയ ഖബറാളികൾക്ക് നമ്മളെ കൊണ്ട് എന്തെല്ലാം സൽക്കർമ്മങ്ങൾ ചെയ്യാനുണ്ടോ അത് ചെയ്യാനുള്ള മാസമാണ് റജബ്. പിന്നെ ഈ മാസത്തിലാണ് ഹബീബായ റസൂലുള്ളാഹി മക്കയിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസിലേക്ക് കൊണ്ടുപോയി. അതും വിശദീകരിച്ച് ഒരുപാട് പറയാനുണ്ട്. അതായത് സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറകനാ ഹൗലഹു. അല്ലാഹു പറഞ്ഞതാ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബി കരളായ നബി, യൂറാറ്റൽ മുത്തുനബി ഹബീബായ മുത്തു സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരുടെ ഏറ്റവും പവിത്രമായ ഈ സ്ഥാനം അവിടത്തേക്ക് അല്ലാഹു കൊടുത്ത ആ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ആ റജബിലെ ഒരൊറ്റ ദിവസം നോക്കാൻ 60 മാസത്തെ നോമ്പിന്റെ പ്രതിഫലം അത് നേടിയെടുക്കാൻ ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ ശ്രമിക്കണം. ഈ റമദാൻ, ഷഅബാൻ, റജബ്, ഷഅബാൻ, റജബ് അള്ളാഹിന്റെ മാസമാണെന്ന് പറഞ്ഞു ഹബീബായ റസൂലുള്ളാഹി ഷഅബാൻ ഷഹ്രി എന്ന് പറഞ്ഞു. അപ്പൊ അതേപോലെ റമദാൻ ഉമ്മത്തി, ഈ 3 മാസങ്ങളിലും ഓരോ രാവ് വളരെ പ്രധാനപ്പെട്ട രാവ്. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്നറിയില്ല. റജബിൽ ഞാനിപ്പോ പറഞ്ഞ ഏതാ രാവ്? 27. അത് കഴിഞ്ഞാൽ പിന്നെ വരുന്ന മാസം ഷഅബാൻ. ഷഅബാനിലെ 15ാമത്തെ രാത്രി, ഷഅബാനിലെ ദുആക്ക് ഉത്തരം കിട്ടുന്ന ഒരു പ്രധാനപ്പെട്ട രാത്രി വരാൻ പോവുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പൊ റജബിന് ഈ സെറ്റപ്പ് നമ്മൾ ചെയ്തു വന്ന് സാധിക്കുന്നത്ര സൽക്കർമ്മങ്ങൾ ഓരോ റജബിലും പ്രത്യേകമായി സ്വകാര്യമായി ചെയ്യുന്നവരായിരുന്നു സഹാബാക്കൾ റളിയല്ലാഹു അൻഹും. താബിഈകളിൽപ്പെട്ട ഒരു മഹദ് ബഹുമാനപ്പെട്ട ഇമാം ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസാലി തങ്ങൾ പറഞ്ഞൊരു ചരിത്രത്തിൽ കാണാം, റജബ് മാസമായാൽ ബൈത്തുൽ മുഖദ്ദസിന്റെ ചരുവിൽ ഒരു സഹോദരി എല്ലാ മാസവും റജബ് മാസം കണ്ട ഉടനെ ഒരു പുതപ്പ് കരിമ്പടെടുത്ത് ഒരു ബ്ലാങ്കറ്റ് എടുത്ത് പുതച്ചിട്ട് വരും. എന്നിട്ട് ബൈത്തുൽ മുഖദ്ദസിന്റെ ഒരു ചരുവിൽ വന്നിങ്ങനെ ഇരിക്കും. നുണ പറയാൻ വേണ്ടിയിട്ടല്ല, ദൈവത്ത് പറയാൻ വേണ്ടിയിട്ടല്ല, മറ്റോളെ കുറ്റം പറയാൻ വേണ്ടിയിട്ടല്ല, ആരെയും കുറ്റം പറയാൻ വേണ്ടിയിട്ടല്ല. ആ ചരുവിൽ ഇങ്ങനെ അപ്പോ ബൈത്തുൽ മുഖദ്ദസിന് വരുന്ന സ്കാർട്ടിൽ വരുന്ന ആളുകൾക്ക് മനസ്സിലായി ആ റജബ് മാസം വന്നിട്ടുണ്ട്. അപ്പോ മാസങ്ങളുടെ ആദ്യത്തെ രാവിലെ ഈ സഹോദരി വന്നിട്ട് അവിടെ ഇരിക്കും. എന്നിട്ട് മഹദി അവർ 12,000 ഇഖ്ലാസ്, ഓരോ ദിവസവും ഈ ഇരുത്തത്തിൽ 12,000 സൂറത്തുൽ ഇഖ്ലാസ് ഖുൽ ഹുവല്ലാഹു അഹദ് ഈ മഹദി അവர்கள் ഓതും. ആ ഓതിനെ തിരിച്ചു എല്ലാ വർഷവും. അങ്ങനെ ഒരു വർഷം മഹദി അവർക്ക് തോന്നി ഇനി അടുത്ത വർഷം റജബ് പറക്കുന്നതിന് കുറച്ച് ദിവസം മുമ്പേ മോനെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ ഈ വരുന്ന റജബിൽ ഞാൻ ഉണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പില്ല. വലിയ ധനാഢ്യാണ്, നല്ല മുതലാഴ്ചയായ ഉമ്മയാണ്, നല്ല ധനികത്തെയാണ്. അപ്പോ മോനെ എനിക്കൊരു കാര്യം നീ ചെയ്താൽ മതി. എന്താ അമ്മ? ഞാൻ റജബ് മാസത്തിൽ ബൈത്തുൽ മുഖദ്ദസിൽ നിസ്കരിക്കാനും ഇബാദത്ത് ചെയ്യാൻ വരുമ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന ഈ ഷാളില്ലേ, ഈ ഒരു ഷാള്, ഈ പുതപ്പ്, അതുകൊണ്ട് നീ എൻ്റെ കഫമ്പോടെ പൊതയണം കേട്ടോ. അതുകൊണ്ടായിരിക്കണമെങ്കിൽ നീ എന്നെ എൻ്റെ ജനാസ കബറിലേക്ക് വെക്കുന്ന അതിൽ പൊതിഞ്ഞിട്ട് വെക്കണം കേട്ടോ. പറഞ്ഞ പോലെ റജബിന്റെ മുമ്പ് ആ ഉമ്മ മരണപ്പെട്ടു. അങ്ങനെ ഉമ്മ മറവ് ചെയ്ത് 3ാമത്തെ ദിവസം മകനൊരു സ്വപ്നം കാണുക. ഉമ്മ വന്നിട്ട് മോനോട് പറയാ, നിന്റെ നിസ്കാരമോ നിന്റെ സദഖയോ നിന്റെ അതുപോലെയുള്ള ഖുർആനോ ഫാത്തിഹ യാസീനോ ഒന്നും എനിക്ക് ആവശ്യമില്ലടാ. നിന്നോട് ഞാൻ പറഞ്ഞ ഒരു കാര്യം നീ ചെയ്തിട്ടില്ല, അതുകൊണ്ട് നിന്നെ ഞാൻ വെറുത്തിരിക്കുന്നു. ഇത് കേട്ടതും സ്വപ്നത്തിൽ ഞെട്ടി എഴുന്നേറ്റു ആ യുവാവായ പൊന്നുമോൻ. എഴുന്നേറ്റ് ഞാൻ എന്ത് ചെയ്യും റബ്ബേ? അവന് സംഗതി മനസ്സിലായി. റജബ് മാസത്തിന്റെ മഹത്വം കണക്കിലെടുത്ത് പ്രത്യേകമായ ഇബാദത്ത് ചെയ്യുമ്പോൾ ഞാൻ പുതക്കാറുണ്ടായിരുന്ന ഈ പുതപ്പ് ഉമ്മ അതിലെന്നെ കഫൻ ചെയ്യെന്ന് പറഞ്ഞല്ലേ, മറന്നു എന്ത് ചെയ്യും? മറവ് ചെയ്തു പോലെ എന്ത് ചെയ്യും?
ആ മകൻ അർദ്ധരാത്രിയിൽ എഴുന്നേറ്റ് ചിന്തിക്കും എന്ത് ചെയ്യും? രണ്ടും കൽപ്പിച്ചവൻ തീരുമാനിച്ച് ആ കരിമ്പുടമ്പഴത്ത് ഉമ്മായുടെ കബറിന്റെ അടുത്തേക്ക് പോയി. കബറ് മാണ്ടാൻ തുടങ്ങി. ഒളിന്റെ കൂടെ ഉണ്ടോ? ഒളിന്റെ കേൾക്കുന്നുണ്ടോ? ഉമ്മമാര് കേൾക്കുന്നുണ്ടോ? ആ കബറിന്റെ കല്ല് മാന്തി, ഒരു കല്ല് മാന്തി, രണ്ടാമത്തെ കല്ല് മാന്തി നോക്കുമ്പോ ഉമ്മയുടെ ജനാസ ഖബറിലില്ല. ഉമ്മയുടെ ജനാസ ഖബറില്ല. 2 ദിവസമായിട്ടല്ലേ വെച്ചിട്ടുള്ളൂ. ഞെട്ടിപ്പോയി. അന്താളിച്ച് നിൽക്കുമ്പോ ഒരു അശരീരി, തന്റെ പിൻഭാഗത്തു നിന്ന് ഒരു അശരീരി ഇടവമിട്ടി റജബ് മാസത്തിനെ ബഹുമാനിച്ച് പ്രത്യേകമായ ഇബാദത്ത് ചെയ്യുന്നവരെ ഈ ഭൂമിയിൽ അല്ലാഹു ഒറ്റക്കാക്കുകയില്ല. അവർ അല്ലാഹുവിന്റെ തിരുസന്നിധിയിലേക്ക് ഉയർത്തിയിട്ടല്ലാതെ എന്നൊരു അശരീരി കേട്ടു. മകൻ കല്ലിട്ട് മൂടി വീട്ടിലേക്ക് നടന്നു. ചരിത്രം മഹാനായ ഇമാം ഗസാലി റളിയല്ലാഹു, മഹാനായ ഇമാം നവവി റളിയല്ലാഹു തുടങ്ങിയിട്ടുള്ള പല മഹാന്മാരും ഈ മകൻ വന്നിട്ട് അപ്പോ ആ കാലത്ത് പള്ളിയിലുണ്ടായിരുന്ന ഇമാമിങ്ങളോട് ഈ കാര്യം വിശദീകരിച്ചു. ആ മഹാന്മാരെ ചരിത്ര താളുകളിൽ അതിനെ രേഖപ്പെടുത്തി വെച്ചു. പറഞ്ഞ കാര്യം അപ്പോഴാണ് ഇമാമികൾ പറയുന്നത്. തങ്ങളോട് ഖബറാളികൾക്ക് ഏറ്റവും വലിയ പുണ്യം കിട്ടുന്ന ഇബാദത്ത് റജബിലെ ഇബാദത്താണ്. ഇനി എടുക്കണോ എടുക്കണ്ടേ? ഉള്ള സമയം കളയണോ കളയണ്ടേ? തീരുമാനിക്കണം. നമ്മളെ മനസ്സിനോട് ചോദിക്കാം. ഇനിയുള്ള സമയം വളരെ പ്രധാനപ്പെട്ട 12 ദിവസങ്ങൾ. ആ ദിവസങ്ങളിൽ ഒരു ദിവസമാണ്, മാസമാണ് റജബ്. ഇങ്ങനെ ഒരുപാട് ഈ റജബിനെ കുറിച്ച് പറയാനുണ്ട്. താൽക്കാലികമായ അവിടെ നിൽക്കുക. അപ്പോ ഈ റജബിന് ഒരു പ്രധാന ഒരുപാട് നോമ്പ് ഞാൻ പറഞ്ഞ 1, 2, 4, 5, 15 കഴിഞ്ഞു. ബാക്കിയുള്ള ദിവസവും ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. പഴയ നമ്മുടെ നാട്ടിലുള്ള വയസ്സായ ഉമ്മമാര് 96 നോമ്പ് നോക്കുന്ന ഈ ഹദീസിന്റെ ഷഅബാൻ സുന്നത്ത് നോമ്പിന്റെ മാസമാണ്. അപ്പോ റജബ് കഴിഞ്ഞാൽ പിന്നെ ഷഅബാനിൽ വരുന്ന 15-ാം രാവ് ഇതുപോലത്തുള്ള പുണ്യമാസം. ആ ദിവസമാണ് നമുക്ക് ഒരു വർഷത്തേക്കുള്ള ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന മാസം. മറന്നുപോലും നമ്മുടെ സർക്കാർ ഓരോ വർഷത്തേക്കുള്ള ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത് കണ്ടില്ലേ? ഇല്ലേ? നമുക്കൊരു ദിവസം ഒരു വർഷം അടുത്തൊരു വർഷത്തേക്കുള്ള ബഡ്ജറ്റ്, ആരൊക്കെയാണ് ജീവിക്കുക, ആരൊക്കെയാണ് മരിക്കുക, അതൊക്കെ ആദ്യം അല്ലാഹു നിശ്ചയിച്ചതാണെങ്കിലും ശരി, റബ്ബ് സുബ്ഹാനഹു വ തആല ഓരോന്നിനും ഓരോ കാര്യങ്ങൾ വെച്ചിട്ടുണ്ട്. അപ്പൊ ദുആക്ക് അല്ലാഹു തആല ഏത് ഖലാവിൽ അല്ലാഹു നിശ്ചയിച്ച ഖലാവുകളും തിരുത്തുവാനുള്ള അധികാരം ചിലരുടെ ദുആക്കുണ്ട്, ചില സമയത്തുള്ള ദുആക്കുണ്ട്, ചില മാസങ്ങൾക്കുള്ള ദുആണ്ട്. അപ്പോ നമുക്കൊരു വർഷത്തേക്കുള്ള നമ്മുടെ ആയുസ്, ആരോഗ്യം, കുടുംബത്തിന്റെ ഹൈറ്, നമ്മുടെ ഭക്ഷണകാര്യം, വസ്ത്രകാര്യം മുതൽ ഇതൊക്കെ വിധിക്കുന്ന പുതിയ ഒരു നല്ല ബഡ്ജറ്റ് കിട്ടുന്ന മാസമാണ്, ദിവസമാണ് ഏത്? ബറാഅത്തിന്റെ രാവ്. അതേത് മാസരാ? ഷഅബാൻ മാസം. ഷഅബാൻ 15-ാം രാവ്. അപ്പൊ ഈ ഷഅബാൻ 15-ന് നല്ല ബഡ്ജറ്റ് നിങ്ങൾക്ക് കിട്ടണോ വേണ്ടേ? ഓർമ്മ ഉണ്ടാകും. ഞാൻ പറഞ്ഞത് ഓർമ്മ ഉണ്ടാകും. അതിനെന്ത് വേണം? ഇനിയുള്ള ഇന്ന് മുതലുള്ള ഈ ദിവസങ്ങൾ നമ്മൾ ഈ പറഞ്ഞ പോലെ എല്ലാ തമ്പാടത്തുകളും, ഞാൻ ഓരോന്നും എണ്ണി പറയുന്നില്ല, നമ്മൾ ഓരോരുത്തരും വാട്സപ്പ് കൂടി അല്ലേ എത്ര നന്മ ചെയ്ത് ഇപ്പൊ ഏറ്റവും പുണ്യമുള്ള ഒരു അറിവാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അത് കഴിഞ്ഞ് പുറത്തേക്കാണ്ട് ഇറങ്ങി നമ്മുടെ മൊബൈലൊന്ന് ഓണാക്കി അതിന് അശ്ലീലങ്ങൾ കണ്ട് ചെയ്ത അങ്ങനെ പോയ വെള്ളത്തിലായിപ്പോയി. ഇങ്ങനെയുള്ള മൊബൈൽ ഫോൺ എടുക്കുമ്പോഴടക്കം തെറ്റുകുറ്റങ്ങൾ വരാതെ അള്ളാഹുവിനെ സൂക്ഷിക്കാൻ നമുക്ക് അള്ളാഹു ഭാഗ്യം തരട്ടെ. അത് കഴിഞ്ഞാൽ പിന്നെ റമളാനാണ്. റജബിൽ 1-ന് 10 ആണെങ്കിൽ, ഷഅബാനിൽ 1-ന് 10 ആണെങ്കിൽ, റമളാനിൽ ഒരു നന്മ ചെയ്താൽ 70, 700, 70,000 തുടങ്ങി ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ, 1000 മാസങ്ങളെക്കാൾ പുണ്യമുള്ള ഒരു രാവ് റമളാനിലുണ്ട്. ലൈലത്തുൽ ഖദ്ർ കേട്ടില്ലേ? അല്ലേ? 27-ാം രാവിലെ ജീവിതത്തിൽ നിസ്കരിക്കാതെ എല്ലാവരും
വേഗം തുണിക്കുപ്പായും പുതിയ തുണിക്കുപ്പാക്കിട്ട് വേഗം മകരിഭാഗം നോമ്പുറന്ന പാട് പോയിക്കാണ്ട് ഇരിക്കും. 27 രാവിലെ ജീവിതത്തിൽ കൊല്ലത്ത് ചെയ്തൊരു കാര്യം. അത് റജബ് 20 റമദാൻ 27 രാവിലെ അന്ന് ഭയങ്കര തിരക്കായിരിക്കും പള്ളിയിൽ. അപ്പോ ആ പുണ്യം ലൈലത്തുൽ ഖദ്ർ ഖൈറും മിൻ അൽഫി ശഹർ, 1000 മാസങ്ങളെക്കാൾ പുണ്യമുള്ള ഒരു രാവാണ്. അതിലൊരു അൽഹംദുലില്ലാഹ് പറഞ്ഞാൽ 1000 മാസം സുബ്ഹാനല്ലാഹ് പറഞ്ഞാൽ അല്ലാഹു അക്ബർ പറഞ്ഞാൽ സ്വലാത്തില്ല. ഇത് കിട്ടുന്നത് ഏത് ബറാത്തിന്റെ രാത്രിയിലും മേറാജിൽ ഈ അടുത്തടുത്ത 3 മാസങ്ങളിലും ഒരു പ്രധാനപ്പെട്ട രാവാണ്. നിങ്ങൾക്ക് ഇനി അതിൻ്റെ അടുത്ത് പറയാൻ കഴിയുമെന്നുള്ള അറിയില്ലല്ലോ, അതുകൊണ്ട് അത് മുന്നറിയിപ്പ് തരാം. ആരെങ്കിലും ഒന്ന് ഓർമ്മിച്ച് ഒരു അമൽ ചെയ്താൽ അൽഹംദുലില്ലാഹ് അള്ളാഹുവിൻ്റെ അടുക്കൽ എനിക്ക് ഖൈറത, നിങ്ങൾക്കും ഖൈറത, അള്ളാഹു തരട്ടെ. അപ്പൊ ഈ ലൈലത്തുൽ ഖദ്റിന്റെ പുണ്യങ്ങളും കിട്ടുന്നത് ആർക്കാണ്? മഹാന്മാര് വിശദീകരിക്കുന്ന എന്താണെന്നറിയോ? സത്യത്തിൽ പറഞ്ഞാൽ പൂർവികരാകുന്ന തസവുഫിന്റെ മഹാന്മാര് പറയുന്നത് റജബിൽ ഈ സിസ്റ്റം കൊണ്ടുവന്ന് റജബ് 27 വരെ ആ സിസ്റ്റം ഒരൊറ്റ 10 നിസ്കാരം ഒഴിവാകാതെ കഴിയുന്നത്ര സുന്നത്തുകൾ വർദ്ധിപ്പിച്ച് കഴിയുന്നത്ര സുന്നത്ത് നോമ്പുകൾ നോറ്റി തെറ്റുകുറ്റങ്ങളൊക്കെ സൂക്ഷിച്ച് 27 രാവിലെ എന്ന പുണ്യം വാങ്ങി. അതുപോലെ ഷാബാൻ അതിനും അത് നിലനിർത്തി. റമളാനിൽ ഇങ്ങനെ ഇത് റജബ് മുതൽ ഈ സിസ്റ്റം നിലനിർത്തിയവർക്കാണ് റജബ് 27 പുണ്യം ഈ പറഞ്ഞ ഹൈറൊക്കെ കിട്ടുക. ഷാബാന്റെ ഏറ്റവും നല്ല ബഡ്ജറ്റ് കിട്ടുക. അതേപോലെ റമളാനിന്റെ ലൈലത്തുൽ ഖദ്റിന്റെ പുണ്യം കിട്ടുന്നത് ഈ പറയപ്പെട്ട ഈ 3 മാസം. മഹാന്മാര് പറയുന്നൊരു വാക്കുണ്ട്, റജബിൽ വിത്തറിയുക, ഷാബാനിൽ വളം ചേർക്കുക, റമളാനിൽ കൊയ്തെടുക്കുക എന്ന് മഹാന്മാർ പറയുന്ന ഒരു വാക്കിന്റെ അർത്ഥം അതാണ്. അപ്പൊ ഈ പവിത്രമായ മാസത്തിന്റെ സ്റ്റാർട്ടിംഗ് മാസത്തിലാണ് നമ്മൾ ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഹിന്ദ് റളിയല്ലാഹു അൻഹു തങ്ങളുടെ ഉറൂസിന്റെ മുബാറക്കിന്റെ സദസ്സിലേക്ക് ഇതുപോലെയുള്ള റജബ് മാസം 6-നാണ് രാജസ്ഥാനിലെ അജ്മീർ ഷെരീഫിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന അഭിമന്യനായ സുൽത്താനുൽ ഹിന്ദ് ഖാജ മുഈനുദ്ദീൻ ചിശ്തി റളിയല്ലാഹു അൻഹു തങ്ങൾ ലോകത്തോട് വിട പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ബഹുമാനപ്പെട്ടവരുടെ ഉറൂസിന്റെ മാസമാണ്. അതുകൊണ്ടാണ് ഈ ഇന്ത്യയിലുള്ള മുഴുവൻ ഔലിയാക്കന്മാരുടെയും രാജാവായിക്കൊണ്ട് ഹബീബായ മുത്ത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വപ്ന ദർശനത്തിലായി ഇന്നി അലാ വലയതിക താജൽ വിലായത്തി ഹിന്ദുസ്ഥാൻ ഫദ്ഹബ് ഇലൈ വജിഅൽ അജ്മീർ മസ്കനക വസതുദ്ഫർ ഫീഹി വയതബറക ബികൽ ഇഖ്വാൻ. ഇറാനിലെ സെഞ്ചർ എന്ന് പറയുന്ന സ്ഥലത്ത് ഹബീബായ മുത്ത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരക്കുട്ടിയായി ജനിച്ച് ചെറുപ്പത്തിൽ തന്നെ ഉപ്പ മരണപ്പെട്ടു. അങ്ങനെ ഉപ്പായുടെ കൃഷിത്തോട്ടങ്ങൾ വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കി ശറഈന്റെ കാര്യങ്ങളൊക്കെ പഠിച്ചു. ഉപ്പായ അനന്തരാവകാശമായി കിട്ടിയ ആ മുന്തിരിത്തോട്ടം പരിപാലിച്ച് കിട്ടുന്നത് കൊണ്ട് സദഖ ചെയ്യുന്ന ഒരു സ്വഭാവം ആയിരുന്നു മഹാനവർക്ക്. അങ്ങനെ ഇരിക്കും ഒരു ഫക്കീറായ മനുഷ്യൻ ഒരു ദിവസം ബഹുമാനപ്പെട്ടവരുടെ മുന്തിരിത്തോട്ടത്തിലേക്ക് കയറി വന്നിട്ട് ബഹുമാനപ്പെട്ടവരുടെ മുഖത്തേക്കൊന്ന് ഇങ്ങനെ നോക്കിയതിനു ശേഷം തൻ്റെ ഭാണ്ഡത്തിൽ നിന്നും ഉണങ്ങിയ ഒരു റൊട്ടി കഷ്ണം എടുത്ത് ബഹുമാനപ്പെട്ട ഖാജ മുഈനുദ്ദീൻ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ കൊടുത്ത് ഭക്ഷിക്കാൻ പറഞ്ഞു. അത് ഭക്ഷിച്ച് കഴിഞ്ഞപ്പോ ബഹുമാനപ്പെട്ടവർക്ക് തൻ്റെ ജീവിതത്തിന് സമൂലമായ മാറ്റം, തൻ്റെ മനസ്സിന് പ്രത്യേകമായ ഒരു അനുഭൂതി എന്താണെന്ന് വിശദീകരിക്കാൻ കഴിയുന്നില്ല. ഒരു പ്രത്യേകമായ അവസ്ഥ. അങ്ങനെ ആ മുന്തിരിത്തോട്ടം വിറ്റു. അത് മുഴുവനും സദഖ ചെയ്തുകൊണ്ട് അല്ലാഹുവിന്റെ മാർഗത്തിൽ ജീവിതം സാഹിദായിക്കൊണ്ട് യാത്ര തുടങ്ങി. അങ്ങനെ നിരവധി മശായിഖന്മാരുടെ മഹാനായ ഖാജ ഉസ്മാനുൽ ഹാറൂനി റളിയല്ലാഹു തആല സയ്യിദ് ഹുസൈനുദ്ദീൻ റളിയല്ലാഹു അൻഹു തുടങ്ങിയ നിരവധി
ആ കാലഘട്ടത്തിലെ പ്രഗത്ഭരായ മഹാന്മാരെ ശിഷ്യത്വം സ്വീകരിച്ച് അള്ളാഹുവിന്റെ പൊരുത്തത്തിൽ ഇറങ്ങി അങ്ങനെ മക്കയിൽ വന്നു. ഹജ്ജ് കർമ്മങ്ങളൊക്കെ കഴിഞ്ഞു. വർഷങ്ങൾക്ക് ശേഷം, പതിറ്റാണ്ടുകൾക്ക് ശേഷം മദീനയിലെത്തി. അവിടെ സിയാറത്ത് കഴിഞ്ഞ് ഉറങ്ങുമ്പോഴാ ഞാൻ നേരത്തെ പറഞ്ഞ ഈ സംഭവം. പിന്നീട് ആ വനത്തിക്ക് താജൽ ബിലായത്തി ഹിന്ദുസ്ഥാൻ എന്ന് വിളിച്ചുകൊണ്ട് ഹബീബായ റസൂലുള്ളാഹി, ബഹുമാനപ്പെട്ടവർക്ക് വാപ്പയും ഉമ്മയും വിട്ട പേര് ഹസൻ എന്നാണ്. ഹസൻ എന്നാണ്. ഹബീബായ റസൂലുള്ളാഹി, അല്ലാഹുവിന്റെ ദീനിനെ സഹായിച്ചവർ എന്നർത്ഥം വരുന്ന പേര് വിളിച്ചുകൊണ്ട് നീ ഉടനെ തന്നെ ഇന്ത്യ രാജ്യത്തേക്ക് പോകണം, ഹിന്ദുസ്ഥാനിലേക്ക് പോകണം. എന്നിട്ട് അവിടെ ദീനുൽ ഇസ്ലാമിന്റെ സന്ദേശം നീ പ്രചരിപ്പിക്കണം. മാത്രമല്ല, നീ അജ്മീർ എന്ന് പറയുന്ന പ്രദേശത്ത് പോയി അവിടെ ദീൻ പ്രചരിപ്പിക്കണം. നീ വർഷങ്ങൾക്ക് ശേഷം നീ അവിടെയായിരിക്കും മരണപ്പെടുന്നത്. മാത്രമല്ല, ഖിയാമത്ത് നാൾ വരെയുള്ള ഈ സമുദായം, ദീനുൽ ഇസ്ലാമിന്റെ സമുദായം നിന്നെ കൊണ്ട് ബർക്കത്തെടുക്കുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വപ്നത്തെ പറഞ്ഞപ്പോ, യാ ജദ്ദി, എവിടെയാണ് ഹിന്ദുസ്ഥാൻ? എനിക്ക് പോകാൻ അറിയില്ലല്ലോ, വഴിയറിയില്ലല്ലോ എന്ന് പറഞ്ഞപ്പോ ഹബീബായ മുത്ത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറക്കത്തിൽ ഒരു ഉറുമാമ്പഴം കൊടുത്തു. ആ ഉറുമാമ്പഴത്തിന്റെ മുകളിൽ ഒരു ഔട്ടിലയും മക്കൈ മദീനയിൽ നിന്ന് പാകിസ്ഥാൻ വഴി, പാകിസ്ഥാനിലെ ലാഹോറിൽ നിന്ന് ഡൽഹി വഴി അജ്മീരിലെത്താനുള്ള ഔട്ടിലയിൽ രേഖപ്പെടുത്തിയ ഒരു ഉറുമ്പാമ്പഴം സ്വപ്നത്തിൽ ഈ മഹാനുഭാവനെ സമ്മാനിക്കുന്നത് കണ്ടു. ഖുദാശരീഫിൽ ഞെട്ടിയുണർന്നു. താൻ കണ്ടത് സ്വപ്നമാണോ, യാഥാർത്ഥ്യമാണോ, എന്താണ് റബ്ബേ എന്ന് പ്രത്യേകമായ ഒരു പരിമളം എന്റെ ജീവിതത്തിൽ അതുവരെ എനിക്ക് കിട്ടാത്ത ഒരു പ്രത്യേകമായ പരിമളം. തങ്ങളവരുടെ ജന്മനാ തന്നെ അത്തറിനേക്കാളും സൂര്യയെക്കാളും സുഗന്ധമാണല്ലോ ഹബീബായ റസൂലുള്ളാഹി. വളരെ ശുദ്ധിയുള്ള, വളരെ ആസ്വാദ്യകരമായ അത്തർ. ആ സൗരഭ്യം തന്റെ ചുറ്റുഭാഗത്തും. അങ്ങനെ തലയുടെ ഭാഗത്തേക്ക് നോക്കുമ്പോ അതാ താൻ സ്വപ്നത്തിൽ കണ്ട ഉറുമാമ്പഴം ഇതെടുത്തു. അങ്ങനെ ബഹുമാനപ്പെട്ടവർ നേരെ ഇറാഖിൽ വന്നു. മഹാനായ ശൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി, ശൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളുടെ തിരുസന്നിധിയിൽ വന്നു. കുറച്ച് ദിവസം അവിടങ്ങളിൽ മുറാഖബയിലും മുശാഹദയിലുമായി കഴിഞ്ഞു. അവിടെ നിന്ന് സമ്മതം കിട്ടി. അങ്ങനെ ബഹുമാനപ്പെട്ടവർ നേരെ ലാഹോറിൽ വന്നു. അവിടെ വന്ന് ഹിന്ദിയും സംസ്കൃതവും എല്ലാം പഠിച്ച് എന്നിട്ട് നേരത്തെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ഡൽഹി വഴി അജ്മീർ ഷരീഫിലെത്തി. ഒരു വാളും വലിയ ആയുധ കുമ്പാരങ്ങളോ ബോംബുകളായിട്ടല്ല വന്നത്. സത്യമായിരിക്കുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് ഹഖായ ദിക്റുമായിട്ടാണ് വന്നത്. ആ ദിക്റുമായി വന്ന് മഹാനുഭാവൻ അജ്മീർ ഷരീഫിൽ വിശദീകരിക്കാനുണ്ട്. ഒരുപാട് വിശദീകരിക്കാനുള്ള സമയം അതിക്രമിക്കുന്നത് കൊണ്ട് ഞാൻ നിർത്തുകയാണ്. അങ്ങനെ അത്ഭുതങ്ങൾ കാണിച്ച് ഇന്ത്യ ഗവൺമെന്റിന്റെ മാനുവൽ അനുസരിച്ച് 99 ലക്ഷത്തോളം ജനങ്ങളെ വിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ തന്റെ അത്ഭുതങ്ങളായ കറാമത്തുകൾ കണ്ടുകൊണ്ട് ദീനുൽ ഇസ്ലാമിന്റെ മെമ്പർഷിപ്പ് എടുത്ത് ജനങ്ങൾ ശാന്തിയോടുകൂടി സമാധാനത്തോടുകൂടി കഴിഞ്ഞു. ഇന്നും അന്ന് മഹാനവകൾ ജീവിച്ചിരിക്കുന്ന കാലത്തും അതിനുശേഷം 814 റൂസിന്റെ വർഷമാണ് ഈ റജബ്. ഈ 814 വർഷമായി ഇന്ത്യയിലെ നാനാജാതി മതസ്ഥരുടെയും അഭയ കേന്ദ്രമാണ് ഖാജാ റഹ്മത്തുള്ളാഹി. അജ്മീറിൽ ജാതിയെന്നോ മതമെന്നോ ഒന്നും നോക്കേണ്ടതില്ല. ഏത് താഴ്ന്ന ജാതിക്കാരനും ഉയർന്ന ജാതിക്കാരനും കറുത്തവനും വെളുത്തവനും അറബിക്കും അനറബിക്കും ഹൈന്ദവനും സിഖ് ബുദ്ധവനും ക്രിസ്ത്യാനിക്കും ജൂതനെന്ന് വേണ്ട ആർക്കും ബഹുമാനപ്പെട്ടവരുടെ മഖാം ഷരീഫിൽ കയറി
തൻ്റെ സങ്കടങ്ങൾ പറഞ്ഞുകൊണ്ട് സന്തോഷത്തോടെ തിരിച്ചു പോകുന്ന അത്ഭുതകരമായ കാഴ്ച നമുക്ക് കാണാൻ കഴിയും. അജ്മീർ ഷരീഫിൽ ദർജകൾ അല്ലാഹു ഉയർത്തി കൊടുക്കട്ടെ, പദവികൾ അല്ലാഹു ഉയർത്തി കൊടുക്കട്ടെ. ആ മഹാനുഭാവനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇന്ന് നേരം വെളുത്തുവോളം പറഞ്ഞ ഒരു അല്പം പോലും പറഞ്ഞു തീർക്കാൻ സാധ്യമല്ല. അത്രത്തോളം അനുഭവത്തിന്റെ വെളിച്ചത്തിൽ എന്റെ അഭിവന്ദ്യനായ ശൈഖുനാ റളിയല്ലാഹു പറഞ്ഞു തന്ന അത്ഭുതങ്ങളായ മഹാനവർക്ക് ലഭ്യമായ അനുഗ്രഹങ്ങളും കറാമത്തുകളും തന്നെ ഒരുപാട് പറയാനുണ്ട്. അപ്പോ ആ മഹാനുഭാവൻ വിടവാങ്ങിയത് ഇതുപോലെയുള്ള നസബില്ല. നമ്മുടെ അഭിവന്ദ്യനായ മുത്ത് ശൈഖുനാ റളിയല്ലാഹു തങ്ങളകളും തന്റെ ജീവിതത്തിൽ 49 വയസ്സ് വരെ ജീവിച്ച മഹാനാണ് നമ്മുടെ ശൈഖുനാ റളിയല്ലാഹു. 44-ാമത്തെ വയസ്സായപ്പോ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് 5 വർഷം കൂടി ഇവിടെ വിസയുള്ളൂ, അത് കഴിഞ്ഞാൽ എനിക്ക് ബഗ്ദാദിലാണ് ഡ്യൂട്ടി. ആർക്കും അതിന്റെ പൊരുളൊന്നും മനസ്സിലായില്ല. അതങ്ങനെ ബഹുമാനപ്പെട്ട 4-ാമത്തെ വയസ്സിൽ പ്രഖ്യാപിച്ചു. അവിടുന്ന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ആ യാത്രയുടെ മുമ്പ് മസ്ജിദ് മുഹയ്യദ്ദീൻ എന്ന പേരിൽ ഒരു പള്ളി ഉണ്ടാക്കാൻ ഹബീബായ മുത്ത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിർദ്ദേശമുണ്ട്. അതുകൊണ്ട് നമ്മൾ അതിനു വേണ്ടിയുള്ള ഒരുക്കങ്ങൾ വേഗം ചെയ്യാം. അതിനു വേണ്ടിയുള്ള ഒരുക്കങ്ങളൊക്കെ ചെയ്ത് കുറ്റിയെടുത്ത് ആ പള്ളിയുടെ വടക്ക് പടിഞ്ഞാറ് മൂലയിൽ കുറ്റിയെടുത്തിട്ട് ഒപ്പം നന്നായി എന്നെ വിളിച്ചു സ്വകാര്യം എന്നോട് പറഞ്ഞു, ഞാൻ കുറ്റിയായിട്ട് ഞാൻ നിൽക്കുക, ബഹുമാനപ്പെട്ടവർ പറയുമ്പോൾ കൊടുക്കാൻ വേണ്ടി കുറ്റിയായിട്ട് ഞാൻ നിൽക്കുക. എന്നോട് പറഞ്ഞു, കുറ്റി ഞാൻ അടിച്ചു തരാം, പൂർത്തിയാക്കേണ്ടത് നിങ്ങളാണ്, പൂർത്തിയാക്കേണ്ടത് നിങ്ങളാണ്. ഞാൻ എൻ്റെ ഹൃദയം കൊണ്ട് പറഞ്ഞു, അങ്ങ് മഹാനായ ഒരു അള്ളാഹുവിന്റെ ആരിഫുകളെ പ്രധാനിയാണെന്ന്, അങ്ങ് അള്ളാഹുവിന്റെ ഹബീബ്, അള്ളാഹുവിന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു ഭവനമാണ് അള്ളാഹുവിന്റെ ഭവനം. അതിന് ഓരോ മടങ്ങയും ആ മദീനത്തെ സ്വർഗീയ നമ്മുടെ ലോക നേതാവ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമ്മതപ്രകാരമല്ലേ. അത് പൂർത്തീകരിക്കാനുള്ള അധികാരമോ അതിനുള്ള അറിവോ ഒന്നും എനിക്കില്ല എന്ന് പറഞ്ഞപ്പോ വീണ്ടും എന്നോട് പറഞ്ഞു, അള്ളാഹുവിന്റെ കൽപ്പന അങ്ങനെയാണ്. അങ്ങനെ പള്ളി നിർമ്മിച്ചു, ബഹുമാനപ്പെട്ടവർ പള്ളി നിർമ്മിച്ചു. അങ്ങനെ പള്ളിയുടെ പണി ഏകദേശം പൂർത്തിയായി എന്ന് കണ്ടപ്പോ പള്ളിയുടെ വടക്ക് കിഴക്ക് ഭാഗത്ത് ഒരു ഷെഡ് എടുത്ത്, ആ ഷെഡ് ഓല കൊണ്ട് മറച്ച് നല്ലൊരു ഓല ഷെഡ് എടുത്ത് ജമാഅത്തുൽ ആഖിറ മാസം ഒരു വാഹനം വിളിക്കാൻ പറഞ്ഞു. അങ്ങനെ നേരെ അജ്മീർ ഷെരീഫിലെത്തി. 10-15 പേരുണ്ട്. അജ്മീർ ഷെരീഫിലെത്തി. അവിടുത്തെ ഇബാദത്തുകളൊക്കെ കഴിഞ്ഞ് നാളെ നാട്ടിലേക്ക് യാത്ര തിരിക്കാം എന്ന് തീരുമാനിച്ചു. ജമാഅത്തുൽ ആഖിറ 28 ബഹുമാനപ്പെട്ടവര് ഒരു വ്യാഴാഴ്ച അസറിന് ശേഷം സുൽത്താനുൽ ഹിന്ദ് റളിയല്ലാഹു അൻഹു തങ്ങളുടെ മഖാം ഷരീഫിലേക്ക് എന്നെയും കൂട്ടിക്കൊണ്ടു. കൂടെയുള്ളവരോട് പറഞ്ഞു, നിങ്ങൾ ജന്നത്തെ ദർവാസ എന്ന് പറയുന്ന ജന്നത്തെ ദർവാസ ഖാജ റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ അജ്മീറിലാണെങ്കിലും എല്ലാ ദിവസവും രാത്രി വീട്ടിൻ്റെ ഉള്ളിലേക്കാണ് കയറി. ഇശാ കഴിഞ്ഞാൽ ജനങ്ങളെ ധാരണ ബഹുമാനപ്പെട്ടവര് ഉറങ്ങാമെന്നാണ്. വീട്ടിൻ്റെ ഉള്ളിൽ അല്ല, ബഹുമാനപ്പെട്ടവരെ വീട്ടിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള ഡോറിലൂടെ നേരെ ബഹുമാനപ്പെട്ടവർ മക്കയിലേക്കാണ് പോകുന്നത്. സുബൈ വരെ തവാഫ്. സുബൈ പങ്കെടുക്കുന്നതിന് 2 മിനിറ്റ് മുമ്പേ അജ്മീർ ഷരീഫിൽ ബഹുമാനപ്പെട്ടവർ എത്തിച്ചു. അള്ളാഹുവിന്റെ ഔലിയാക്കൾക്ക് അള്ളാഹു കൊടുത്ത കഴിവ് നമുക്ക് ആർക്കും നിർണ്ണയിക്കാൻ കഴിയും. അത്രമാത്രം വിശാലമായ ഒരു ഇൽമാണ്. അതിപ്പോ പറയുന്ന സമയം ഇരിക്കട്ടെ. അപ്പൊ ആ ജന്നത്തെ ദർവാസന്റെ അതിനകത്ത് പോയി ഫാത്തിഹ ഓതാൻ പറ്റുള്ളൂ. എന്നെ വിളിച്ചിട്ട് തനക്ക് ഫാത്തിഹ എന്ന് പറഞ്ഞു, ഞാൻ ഇവിടെ നിന്ന് നാട്ടിലെത്തിയ 1 മാസം കഴിഞ്ഞാൽ യാത്രയാണ്. അപ്പൊ നിങ്ങൾ ഞാൻ മദീനത്തുന്ന ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ നിർദ്ദേശപ്രകാരമല്ലാതെ ഞാൻ ഒന്നും നടത്തിയിട്ടില്ല. അത് നിങ്ങളെ പള്ളിയുടെ പണി വേഗം പൂർത്തീകരിക്കുക. പള്ളിയിലൂടെ ദർസ് തുടങ്ങുക.
തുടങ്ങി ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു പറഞ്ഞു. ഞാൻ വിചാരിച്ചു എന്തായിരിക്കും പ്രശ്നം പറയുന്നത്. ഒരു പ്രായം എന്ന ഒരു 120 വയസ്സായ ഒരാൾ പറയുകയാണെങ്കിൽ അല്ലേ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ലേ? ഒരു 49 വയസ്സ് തലയിലോ മീശയിലോ താടിയിലോ ഒരു രോമം പോലും വെളുത്ത രോമല്ല, ഒക്കെ കറുത്ത രോമം. എനിക്കത് വിശ്വസിക്കാനില്ല. അങ്ങനെയാണ് ബഹുമാനപ്പെട്ടവരും അല്ലാഹുവിന്റെ തിരുഹറത്തിലേക്ക് യാത്ര പോകാൻ തീരുമാനിച്ചത്. ഇതുപോലുള്ള റജബ് മാസത്തിൽ റജബ് 27 രാവിനായിരുന്നു. താനുമായി ബന്ധമുള്ള നാനാജാതി മത്സരായ തന്നോട് ബന്ധപ്പെട്ട എല്ലാവരും ചോദിക്കാം, ഞാൻ റജബ് 27 അന്ന് രാത്രി ആ യാത്രയാണ് എല്ലാവരോടും. അങ്ങനെ എല്ലാ കൊല്ലവും റജബ് നമ്മൾ പറഞ്ഞു റജബ് 27 രാവിലെ വളരെ പുണ്യമുള്ള ആ ദുആക്ക് വേണ്ടി എല്ലാ വർഷവും കൂട്ട ദുആ ഉണ്ടാവും. അപ്പൊ അതിനു വേണ്ടി എല്ലാവരും വിളിച്ചുകൊണ്ട് ആ സദസ്സിന് ദുആ ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ എന്നെ ഒന്ന് ശ്രദ്ധിക്കണേ എന്ന് പറഞ്ഞു. മഗ്‌രിബിനെ നിൽക്കുന്നത് എന്നെ ഒന്ന് ശ്രദ്ധിക്കണേ എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഞാൻ ബേജാറായിപ്പോയി. ഞാൻ പോയി നോക്കുമ്പോൾ അതുവരെ കട്ടിലിൽ കിടന്ന ആള് ഒരു തലക്കെട്ടൊക്കെ കെട്ടി, ജീവിതത്തിൽ തലക്കെട്ടൊക്കെ കെട്ടാത്ത നല്ലൊരു തലക്കെട്ടൊക്കെ കെട്ടി റാഹൊക്കെ ഞാൻ കിടക്കുന്നത് ഇങ്ങനെ ഇരുന്ന്. അപ്പോൾ അവിടെ മഞ്ചേരി മുനിസിപ്പൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തുറക്കൽ ബാബുട്ടിയാണ്, ബഹുമാനപ്പെട്ട ഒരു വലിയ ബന്ധമുള്ള ആളാണ്. അദ്ദേഹം ഈ കാഴ്ച കണ്ടൊന്നും ഇങ്ങനെ നോക്കിയിട്ട് ഒറ്റ നോട്ടം ഓടി വന്നിട്ട് നിൽക്കുന്നതല്ല, ഞാൻ മൈക്കിൻ്റെ മുമ്പിൽ നിൽക്കുക. ഇങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു, ഉസ്താദേ ഞാൻ നിരവധി സയ്യിദന്മാരെ ആരും ഇങ്ങനെ കണ്ടിരുന്നു. ഇതുപോലെ അസ്റായീൽ അലൈഹിസ്സലാമിനെ സ്വീകരിക്കാൻ വേണ്ടി ഇത്ര ധൈര്യത്തോടെ നിൽക്കുന്ന ഒരാൺകുട്ടിനെ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ ഞാനങ്ങനെ ദുആ അങ്ങനെ നീണ്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒന്ന് ശാന്തമാണ്. അപ്പൊ ഞാൻ വിചാരിച്ച് കഴിച്ചില്ലായി. കാരണം ബഹുമാനപ്പെട്ടവർ പറഞ്ഞ സമയം മഗ്‌രിബിന്റെ സമയം, അത് കഴിച്ചില്ലായി. അങ്ങനെ ആദ്യത്തെ ഘട്ടം നിൽക്ക് കഴിഞ്ഞ് ഞങ്ങൾ ഭക്ഷണം കഴിച്ച് രണ്ടാമത് വലിയ നിൽക്കൽ തുടങ്ങി. സുബഹി ബാങ്കിൻ്റെ 10 മിനിറ്റ് മുമ്പ് വന്നിട്ട് ഒരാൾ വന്നിട്ട് ഉസ്താദിനെ വിളിക്കുകയാണ്. എന്നോട് പറഞ്ഞ സുബഹി ബാങ്ക് കൊടുക്കുന്നതിൻ്റെ ഒരു മിനിറ്റ് മുമ്പ് എന്നൊന്ന് ശ്രദ്ധിക്കണമെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് അല്ലാഹു തന്ന തീയതി 27 രാവ ഹബീബായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും എനിക്ക് കാണിച്ചു തന്നത് ഈ രാവ് തന്നെ. ഇത് കേൾക്കുന്നത് ഞാൻ പറഞ്ഞ പോലെ ബേജാറായി. നമ്മുടെ ദിക്ർ വലിയ ദിക്റിന്റെ ദുആന്റെ സമയം. അങ്ങനെ ദുആ നീണ്ടത് പിന്നെ ദുആ ഒരു കൂട്ടക്കരച്ചിലായി. ദുആ നീണ്ട കൂട്ടക്കരച്ചിലായി. ബാങ്കിന്റെ സുബഹി ബാങ്കിന്റെ സമയം കഴിഞ്ഞു. അരമണിക്കൂർ കഴിഞ്ഞ് ഞങ്ങൾ സുബഹി നമസ്കാരം കഴിഞ്ഞ് ഞാൻ എല്ലാം പോയി നോക്കി. അപ്പോൾ ബഹുമാനപ്പെട്ടവരായി രക്തം മാറ്റി കിടന്നിട്ട് പരിപാടിക്ക് വന്ന ആൾക്കാരൊക്കെ പോയി. ലോഹാന്റെ സമയമായപ്പോൾ നമ്മുടെ തിരൂർ ഭാഗത്തു നിന്നുള്ള കുറച്ച് സഹോദരങ്ങൾ ബഹുമാനപ്പെട്ടവരെ വിവരം ഗൾഫിൽ നിന്ന് വരികയാണ്. അവരെ വീട്ടിൻ്റെ മുന്നിൽ വന്നതോടുകൂടി നടന്നോടല്ലേ ആ സഹോദരങ്ങൾ വന്ന് കയറി. ആ തിരൂരിൽ വന്നവരെ എന്നെ വിളിക്കുകയാണ് റൂമിനോട്. പ്രസാദ് ഇവിടെ വരികയാണ്. അങ്ങനെ എന്നെ വിളിച്ചു. അവർ വന്ന് കയറിയോടെ പറഞ്ഞു, എനിക്ക് അള്ളാഹു തന്ന ഡേറ്റ് ഇന്നലെ രാത്രിയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്ന ഡേറ്റും. പക്ഷെ ഇന്നലെ ഇവിടെ നടന്ന ദുആ അള്ളാഹു സ്വീകരിച്ചത് കൊണ്ട് ഇനി 10 ദിവസം കൂടി നിങ്ങൾക്ക് എന്നെ കാണാം. അതിനുശേഷം നിങ്ങൾ എന്നെ കാണും പോലെ നിങ്ങൾ സ്ഥാനം കണ്ടാൽ എന്നെ വല്ലാത്ത വേണ്ടി പറയല്ല. പറഞ്ഞ വാക്ക് ഒരു വലിയ പറഞ്ഞ വാക്കുകൾ കേട്ടു. സ്ഥാനോട് പറഞ്ഞാൽ മതി, സ്ഥാനം കണ്ടാൽ മതി. എന്നെ കാണുന്ന പോലെ നിങ്ങൾ സ്ഥാനം കണ്ടാൽ മതി. ഇനി 10 ദിവസം കൂടി നിങ്ങൾ കാണാം. അപ്പൊ ബഹുമാനപ്പെട്ടവർ ആഗ്രഹിച്ചത് അതാണ് ഞാൻ പറഞ്ഞതിന് പോയിന്റ്. ഇതുപോലെയുള്ള റജബ് 27 ഈ പുണ്യമുള്ള അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ അല്ലാഹു വാനലോകത്തേക്ക് ഉയർത്താൻ ഉദ്ദേശിച്ച ആ ദിവസമാണ്. യാത്ര പോലും നമ്മളെ ഈ ഒരുമിച്ചുകൂടൽ കാരണക്കാരനായ മുത്ത് ശൈഖുന അശ്ശൈഖ് മുഹീദ്ദീൻ മുഹമ്മദ് കോയ സുദ്ദീഖ് തങ്ങൾ അവർ പോലും ആഗ്രഹിച്ച ഇതുപോലെയുള്ള ദിവസത്തിന്റെ മഹത്വം. അപ്പൊ അതിന്റെ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ
കാര്യങ്ങൾ നിങ്ങളെ മുമ്പിൽ അവതരിപ്പിക്കാനും പറയാനുമൊക്കെയുണ്ട്. സമയം വളരെ വൈകിയത് കൊണ്ടും നമ്മുടെ പരിപാടി നടക്കുന്ന ഈ മഹത്തായ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ അഭിമന്യരായ ബഹുമാനപ്പെട്ട പൊന്നാനി ഖാളി സയ്യിദ് മഹദൂം മുത്തുക്കോയ തങ്ങൾ അവരുടെ എത്തിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ടവരെ ആദരപൂർവം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ അഭിമന്യരായ ജനറൽ സെക്രട്ടറി ഷെയ്ഖുൽ ജാമിയ ബഹുമാനപ്പെട്ട പ്രൊഫസർ ആലിക്കുട്ടി ഉസ്താദ്, അള്ളാഹു ബഹുമാനപ്പെട്ടവർക്ക് ദീർഘായുസ് ആഫിയത്തോടെ സിഹത്തോടെ അള്ളാഹു പ്രദാനം ചെയ്യട്ടെ, ആമീൻ. ദർജയോടെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ, ആമീൻ. നമ്മുടെ എന്ത് പരിപാടികൾ ഉണ്ടെങ്കിലും എല്ലാ കാര്യങ്ങളും ചോദിച്ചറിയുകയും അതിലൊക്കെയും വേണ്ടി നാളെ ഇതുവരെ നമുക്ക് ദുആ ചെയ്യുന്നവരുമായ ഷെയ്ഖുന ആലിക്കുട്ടി ഉസ്താദ് അവരുടെ മകൻ ബഹുമാനപ്പെട്ട തിരുവക്കാട് മൂസ ഫൈദ് ഉസ്താദ് അവർ ഈ വേദിയിൽ അധ്യക്ഷം വഹിക്കുന്നു. ബഹുമാനപ്പെട്ടവരെയും ആദരവോളം ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട ആലിക്കുഞ്ഞി മാസ്റ്റർ ഈ മഹത്തായ നമ്മുടെ ഷെയ്ഖുന റളിയല്ലാഹു അൻഹു തങ്ങളവരുടെ അത്ഭുതകരമായ കറാമത്തുകൾ നിരവധി കണ്ട് അനുഭവിച്ചവർ ബഹുമാനപ്പെട്ട ആലിക്കുഞ്ഞി മാസ്റ്റർ ഒരുപാട് അദ്ദേഹത്തിന് പറയാൻ ഇവിടെ സമയം അനുവദിക്കാത്തത് കൊണ്ടാണ്. അതുപോലെ ബഹുമാനപ്പെട്ടവർ ഈ പറയപ്പെട്ട കാലത്തൊക്കെ കൂടെയുള്ള നമ്മുടെ കാടപ്പാട് സദീഖാജി വൈദ്യകുട്ടിയാജി നമ്മുടെ വൈദ്യകാജി, അതുപോലെ അലബിയാജി കൊണ്ടോട്ടി അലബിയാജി തുടങ്ങി ഒരുപാട് അഹ്ലുകാർ ബഹുമാനപ്പെട്ടവർ ഈ സംഭവങ്ങളൊക്കെ നേരിൽ കണ്ട ഒരുപാട് അഹ്ലുകാർ ഈ സദസ്സിൽ ഇരിക്കുന്നുണ്ട്. അതുപോലെ സഹോദരിമാരെ വാക്കുണ്ട് ബഹുമാനപ്പെട്ടവരുടെ. അങ്ങനെയുള്ള ഈ മഹത്വങ്ങൾ വാരിക്കൂട്ടാൻ വേണ്ടിയാണ് നമ്മൾ വന്നത്. കുറച്ച് സമയം വൈകിപ്പോയി എന്ന് മനസ്സിലാക്കി ആരും സങ്കടപ്പെടരുത്. നമുക്ക് ഏറ്റവും വലിയ ഹജ്ജിനേക്കാളും വലിയ പ്രതിഫലം ലഭിക്കുന്ന ഒരുമിച്ച് കൂടലായി അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഖാജ ഉറൂസ് മുബാറക്കിന്റെ 814ാമത് ഉറൂസ് മുബാറക്കിനോട് അനുബന്ധിച്ച് സംഘടിപ്പിക്കപ്പെട്ട ഈ മഹത്തായ സദസ്സിന്റെ ഉദ്ഘാടനത്തിന് വേണ്ടി ബഹുമാനപ്പെട്ട പൊന്നാനി ഖാളി സയ്യിദ് മഹദൂം മുത്തുക്കോയ തങ്ങൾ അവരെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് വിരമിക്കുന്നു. വാഹിർ ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.